ചേരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകത്തിലെ വിനാശകരമായ യുദ്ധങ്ങൾ നിർത്താൻ ഇടപെട്ട് ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം. സൗത്ത് ഏഷ്യയിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് ഇടപെട്ടെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, ഈ രണ്ട് നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അത് വല്ലാതെ അങ്ങ് ദൃഢമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ആര്യ, നമുക്കറിയാം, നേരത്തെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതിനു ശേഷം, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഈ ബന്ധം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശംസ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 6 വർഷത്തിനിടെ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരുമായാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അതിൽ പ്രധാനമായും ഈ ഊർജ്ജ രംഗത്തുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാർ അടുത്തിടെ അമേരിക്കയും ഒപ്പം തന്നെ പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ആ കരാറിൽ ഒപ്പിടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് സുരക്ഷ, സാമ്പത്തിക സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനം, നിക്ഷേപ അവസരങ്ങൾ എന്നിവയിൽ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് കൃഷി, സാങ്കേതികവിദ്യ, ഖനനം, ഊർജ്ജം എന്നിവയുൾപ്പെടെ വിവിധ മേഖലയിൽ രാജ്യത്ത് നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പാകിസ്ഥാനിലെ ഈ അപൂർവ ഭൗമധാതുക്കൾ, ക്രിപ്റ്റോ മൈനിങ് സാധ്യതകൾ, എണ്ണ പര്യവേഷണം തുടങ്ങിയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് US ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് നയതന്ത്ര തലത്തിലെ ചില കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. മറ്റൊന്ന് UN പൊതുസഭയിലാണ് ഇത് സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള പ്രശംസയും ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെ ചില നിലപാടുകൾ കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലൊന്ന്, ഈ ഏഷ്യയിലെ സംഘർഷം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം തന്നെയാണ്. അത് അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് പലതവണ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നമുക്കറിയാം ഏകദേശം 35 തവണയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നതാണ്. അത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തതാണ്. ഒരു മൂന്നാം കക്ഷിയുടെ ഇടനില ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. DGMO തലത്തിൽ നടന്ന കൂടിക്കാഴ്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണത്തിലാണ് ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് എത്തിയത്. അത് പാകിസ്ഥാൻ DGMO നേരിട്ട് ഫോണിൽ വിളിച്ച് അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത് എന്നുള്ള നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു. ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ തകർത്തതായുള്ള അവകാശവാദങ്ങൾ നടത്തുന്നു. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഈ നൊബേൽ സമ്മാനം അത് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുകയാണ്. 2009 ബറാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിന് അന്ന് മുട്ടിട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം. അതിനുശേഷം അത് പലകുറി ആവർത്തിച്ച് പറയുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പരസ്യമായ ഇത്തരത്തിലുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ സമീപകാലത്താണ് വീണ്ടും ആ ആഗ്രഹത്തിൽ കൂടുതൽ രീതിയിൽ തനിക്ക് നൊബേൽ ലഭിച്ചേ മതിയാകൂ എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വരുന്ന കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന് നൊബേൽ ശുപാർശ ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. പ്രത്യേകിച്ച് അടുത്ത മാസം 10-ാം തീയതിയാണ് ഈ നൊബേൽ സമ്മാനം പ്രഖ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുന്നിലേക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ പ്രധാനമായും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റാണ് ഇടപെടുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അതിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് UN പൊതുസഭയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അസംബന്ധം പുലമ്പുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷക് ദർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ നിലപാട് വ്യക്തമാക്കിയാണ്. അതിന് വിപരീതമായി ഇപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു
പ്രസ്താവന ഉണ്ടാകുന്നു എന്നുള്ളതിൽ അത് അവരുടെ യു എസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ യു എസുമായി ഇനി അങ്ങോട്ടുള്ള കരാർ വ്യാപാരവുമായി ബന്ധപ്പെട്ടും പ്രതിരോധവുമായി ബന്ധപ്പെട്ടും യു എസുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിമർശനമാണ് ഇന്ത്യ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എം ജി മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.